ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അതിൽ ഒരുപാട് എക്സാമ്പിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. കോപ്പർ, അലുമിനിയം, ലെഡ്, സിങ്ക്, നിക്കൽ തുടങ്ങിയൊക്കെ എന്താണ് പ്രധാനപ്പെട്ട നമ്മുടെ നോൺ ഫെറസ് മെറ്റൽസിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള CU അഥവാ കോപ്പർ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഓക്കെ, കോപ്പറിൻ്റെ പീരിയോഡിക് ടേബിളിൽ CU എന്നാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, CU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പർ എന്നാണ്. കുപ്രൈറ്റ് എന്ന് പറയുന്നത് കോപ്പർ എന്നായിട്ട് വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കോപ്പർ അഥവാ ചെമ്പ് എന്ന് പറയും, മലയാളത്തിൽ ചെമ്പ് എന്ന് പറയുന്ന കോപ്പറിൻ്റെ ഉപയോഗങ്ങൾ അഥവാ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കാം ഇലക്ട്രിക്കൽ വയറിങ്. ഓക്കെ, നമ്മുടെ ഈ വയറിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുന്നത് കോപ്പറാണ് അല്ലേ. അപ്പോൾ ഇലക്ട്രിക്കൽ വയറിങ്ങിന് നമ്മൾ എന്ത് ഉപയോഗിക്കും? കോപ്പർ ഉപയോഗിക്കും. കാരണം എന്താ വെച്ചാൽ നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് അല്ലെങ്കിൽ ഒരു മെറ്റലാണ് എന്ത് നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത്. താപത്തിനെ അതുപോലെ ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയും നല്ല രീതിയിൽ കടത്തിവിടുന്ന മെറ്റീരിയലാണ് ഇത് കോപ്പർ. അതുകൊണ്ട് ഇലക്ട്രിക്കൽ വയറിങ്ങിന് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? കോപ്പർ ഉപയോഗിക്കും. അതുപോലെ വാട്ടർ സപ്ലൈ ചെയ്യുന്ന പൈപ്പിലും നമ്മൾ എന്ത് ചെയ്യലുണ്ട്? കോപ്പർ ഉപയോഗിക്കലുണ്ട് അല്ലേ. ഇരുമ്പൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ തുരുമ്പും കാര്യങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൊറോഷനൊക്കെ ഒരുപാട് നല്ല രീതിയിൽ എതിർക്കുന്നത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോപ്പറിന് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇവിടെ ബോയിലറിൻ്റെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ബോയിലറിൽ നമ്മൾ ഉപയോഗിക്കും. ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞിട്ടുള്ള ഇലക്ട്രിക്കൽ വയറിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. റൂഫിംഗ് പിൻസ്, അതുപോലെ തന്നെ റിവറ്റ്, ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ കോപ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രിക്കൽ വയറിങ്, വാട്ടർ പൈപ്പ്സ്, ബോയിലേഴ്സ്, റൂഫിംഗ് പിൻസ്, റിവറ്റ് തുടങ്ങിയവയ്ക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? നമ്മുടെ കോപ്പറിനെ ഉപയോഗിക്കലുണ്ട്. ഓക്കെ, നമുക്ക് മണ്ണിൻ്റെ അടിയിൽ നിന്നും കോപ്പർ പൈറൈറ്റീസ് എന്ന് പറയുന്ന അതിൽ നിന്നാണ് നമ്മൾ കോപ്പർ നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, കോപ്പർ പൈറൈറ്റീസിൽ നിന്നാണ് പ്രധാനമായിട്ടും കോപ്പർ നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. ഒരു റെഡിഷ് കളറായിരിക്കും. ഓക്കെ, കോപ്പറിന് ഒരു റെഡിഷ് കളറായിരിക്കും. നിങ്ങൾ ആ ഒരു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ഒരു തരം പ്രത്യേക റെഡ് ബ്രൗൺ ഒരു കളറായിരിക്കും കോപ്പർ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് തരത്തിലുള്ള കോപ്പറാണുള്ളത്. ഇലക്ട്രോലിസിസ് കോപ്പറുണ്ട്, അതുപോലെ തന്നെ ഓക്സിഡൈസ്ഡ് കോപ്പറുണ്ട്. ഇലക്ട്രോലിസിസ് കോപ്പർ വെൽഡിങ് ചെയ്യാനൊന്നും സാധിക്കില്ല. അതിൽ പിന്നീട് നമ്മൾ കുറച്ച് മെറ്റീരിയൽസും കാര്യങ്ങളും ആഡ് ചെയ്ത് ഓക്സിഡൈസ്ഡ് കോപ്പറാണ് നമ്മൾ കൂടുതലായിട്ടും വെൽഡിങ് പ്രോപ്പർട്ടീസിനൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഒരുപാട് കോപ്പറിൻ്റെ അലോയ്കളുണ്ട്. കോപ്പർ അലുമിനിയം അലോയ്സ് ഉണ്ട്, കോപ്പർ ടിന്ന്, അതുപോലെ കോപ്പർ സിങ്ക്, കോപ്പർ നിക്കൽ, അങ്ങനെ ഒരുപാട് അലോയ്കളുണ്ട്. ഓക്കെ, കോപ്പറും സിങ്കും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ബ്രാസ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ കിട്ടും അല്ലേ. പിച്ചള എന്നൊക്കെ പറയുന്ന ഒരു മെറ്റീരിയൽ കോപ്പറും സിങ്കും കൂടി ചേർന്നാൽ കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോപ്പറിൻ്റെ ഉപയോഗങ്ങൾ, യൂസസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് കോപ്പറിൻ്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് വായിക്കാം. എക്സ്ട്രീംലി ഡക്റ്റൈൽ ആൻഡ് മാലിയബിൾ, എയ്തർ ഹോട്ട് ഓർ കോൾഡ്. അതായത് ഫസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് കേട്ടോ. എക്സ്ട്രീംലി ഡക്റ്റൈൽ ആൻഡ് മാലിയബിൾ. ഡക്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റീരിയലിനെ അടിച്ച് പരത്തിയിട്ട് ഒരു വയറ് രൂപത്തിലേക്ക്, നമ്മുടെ വയറ് രൂപത ഈ ഒരു റൗണ്ട് ഇട്ട ഒരു വയറ് രൂപത്തിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ പ്രോപ്പർട്ടീന് പറയുന്ന പേരാണ് ഡക്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കോപ്പറിന് എന്താണ്? നല്ല ഡക്റ്റൈൽ പ്രോപ്പർട്ടി ഉണ്ട്. അതുപോലെ തന്നെ മാലിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മെറ്റലിനെ അടിച്ച് പരത്തി ഷീറ്റുകളാക്കാൻ സാധിക്കുന്നുണ്ട്. വളരെ തിന്നായിട്ടുള്ള ഷീറ്റുകളാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെ പറയുന്ന പേരാണ് മാലിയബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കോപ്പറിന് ഹോട്ട് കണ്ടീഷനിലാണെങ്കിലും കോൾഡ് കണ്ടീഷൻ, അതായത് ചൂടാക്കിയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ ചൂടാക്കാതെ ആണെങ്കിലും നമ്മുടെ കോപ്പറിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ ഡക്റ്റൈൽ അതുപോലെ തന്നെ മാലിയബിൾ പ്രോപ്പർട്ടി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അടിച്ചു പരത്തി വയറുകളാക്കാനും അതുപോലെ തന്നെ ഷീറ്റുകളാക്കാനും വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ അടുത്ത പോയിന്റ് എന്താ നോക്കാം. സെക്കൻഡ് പോയിന്റ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റാണ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. നല്ല രീതിയിൽ ഹീറ്റിനെയും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയെയും കടത്തിവിടുന്ന ഒരു കണ്ടക്ടറാണ് നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത്. അത് കാരണം ഒരുപാട് മേഖലകളിൽ ഇലക്ട്രിക് ഫീൽഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കോപ്പർ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഹീറ്റിനെയും ഇലക്ട്രിസിറ്റിയെയും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി എന്തിനുണ്ട്? നമ്മുടെ കോപ്പറിനുണ്ട്. മൂന്നാമത്തെ എന്താണ്? സോൾഡേഴ്സ് ഈസിലി. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോൾഡറിങ് ഒക്കെ ചെയ്യാൻ സാധിക്കും. നാലാമത്തത് വാട്ടർ പൈപ്പ്സ് ക്യാൻ ബി ബെൻഡ് കോൾഡ്. വാട്ടർ പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൾഡ് സ്റ്റേജിൽ തന്നെ ബെൻഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത് ഇലക്ട്രിക്കൽ കേബിൾസ് ക്യാൻ ബി ബെൻഡ് കോൾഡ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കേബിൾ, കോപ്പർ ഇലക്ട്രിക് കേബിളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൾഡ് സ്റ്റേജിൽ, അതായത് ചൂടാക്കാതെ തന്നെ നമുക്ക് ബെൻഡിങ്ങും അതിൽ ഷേപ്പ് വ്യത്യാസം കാര്യങ്ങളൊക്കെ വരുത്താൻ സാധിക്കും.
100% കോപ്പർ ഈസ് എൻ എലമെൻറ്റ്. ഓക്കെ, നമുക്കതിൽ ലാസ്റ്റ് പറയുന്ന പോയിന്റ് കോപ്പർ മെൽറ്റിംഗ് പോയിന്റ്. മെൽറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുകി തുടങ്ങുക എന്നുള്ളതാണ് മെൽറ്റിംഗ് എന്ന് പറയുന്നത്. ഏകദേശം 1083 ഡിഗ്രി സെൽഷ്യസ് എന്ന് ആലോചിച്ച് വയ്ക്കുക. 1083 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ കോപ്പറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, പിന്നീട് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോപ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ 8.9 ആണ്. 8.9 ആണ് എന്ത് കോപ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി. അപ്പോൾ കോപ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും അതുപോലെ തന്നെ മെൽറ്റിംഗ് പോയിൻറ്റ് നമ്മൾ ഓർത്ത് വയ്ക്കുക. 1083 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ കോപ്പർ മെൽട്ടാവുന്നത് അല്ലേ. മെൽട്ടാവുന്ന ആ ഒരു ഡിഗ്രി സെൽഷ്യസ് 1083 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കി കഴിഞ്ഞാലാണ് മെൽട്ടാവുക. ഓക്കെ, നമുക്ക് ഒന്നും കൂടി നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ കോപ്പറിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നോക്കാം. ഇലക്ട്രിക്കൽ വയറിങ്, വാട്ടർ പൈപ്പ്സ്, ബോയിലേഴ്സ്, റൂഫിംഗ് പിൻസ്, റിവറ്റ്സ്. ആ ഒരു 5 ചിത്രങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിൻ്റെ കൊടുത്തിട്ടുണ്ട്, പൈപ്പ് കൊടുത്തിട്ടുണ്ട്, ബോയിലർ കൊടുത്തിട്ടുണ്ട്, റൂഫിംഗ് പിൻസ് കൊടുത്തിട്ടുണ്ട്. റിവറ്റിൻ്റെ ചിത്രം അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നീട് നമ്മൾ നോൺ ഫെറസ് മെറ്റൽ ആയിട്ടുള്ള കോപ്പറിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി. നല്ല രീതിയിൽ ഡക്റ്റൈൽ ആൻഡ് മാലിയബിൾ പ്രോപ്പർട്ടി ആർക്കുണ്ട്? നമ്മുടെ കോപ്പറിനുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി കണ്ടക്ടറാണ് കോപ്പർ എന്ന് പറയുന്നത്. സോൾഡറും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. വാട്ടർ പൈപ്പും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കേബിളൊക്കെ നമുക്ക് കോൾഡ് സ്റ്റേജിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ബെൻഡിങ്ങും പ്രോപ്പർട്ടീസൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് കോപ്പർ എന്ന് പറയുന്നത് ഏകദേശം 1083 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ പിന്നെ അതിന് ശേഷം നമ്മൾ പറഞ്ഞത് കോപ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയെ പറ്റിയാണ്. 8.98 ആണ് എന്ത് നമ്മുടെ കോപ്പറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും കോപ്പർ എന്നുള്ള ഒരു നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.